ഹായ് വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ. ടേൺ ടു ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ NMMS പരീക്ഷ 22/3/2022 ചൊവ്വാഴ്ച നടക്കാൻ പോവുകയാണ്. വിദ്യാർത്ഥികളെല്ലാവരും അവരുടെ അവസാന വട്ട പ്രിപ്പറേഷനിലായിരിക്കും, റിവിഷൻ ടൈമിലായിരിക്കും എന്നുള്ളതാണ്. വിദ്യാർത്ഥികളോട് ഈ അവസരത്തിൽ പറയാനുള്ളത് നന്നായിട്ട് റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിൻ്റെ മാറ്റിൻ്റെ പേപ്പർ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നും പറയുന്നത് പോലെയുള്ള തന്നെയാണ്. ദെൻ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ മോഡൽ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത് നമുക്കറിയാം NMMS എന്നുള്ളത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, MCQs ആണ്. അപ്പോൾ ഇതിന് ഒരു ചോദ്യത്തിന് 4 ഉത്തരം ഉണ്ടാവും. കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരത്തിന് നമ്മൾ ബബിൾ ചെയ്യേണ്ടതാണ്. ആ ബബിൾ ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് നടത്തിയ സമയത്ത് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതി പരിചയിച്ച സമയത്ത് നിങ്ങൾക്ക് പരിചയമുണ്ടാവും. അപ്പോൾ നമുക്ക് എഴുതാൻ തരുന്നത് ഒരു OMR ഷീറ്റാണ്. ഈ OMR ഷീറ്റിൽ നമ്മുടെ 90 ചോദ്യങ്ങളുണ്ടാവും. ആ 90 ചോദ്യങ്ങളുടെ ഓപ്ഷൻസുകളുണ്ടാവും. 4 ഓപ്ഷൻ ABCD എന്നുള്ളതുണ്ടാവും. ആ 90 അക്കങ്ങൾക്ക് നേരെ ABCD എന്നുള്ളത് ബബിൾ ചെയ്യുകയാണ്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതായത് റോൾ നമ്പർ, അതുപോലെ തന്നെ ജെൻഡർ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നമ്പർ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സീരീസ് A ആണോ B ആണോ C ആണോ. അപ്പോൾ അതെങ്ങനെ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ട്യൂട്ടോറിയലുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധയോടുകൂടി വീഡിയോ കാണുക, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് പോകാം. ഇതാണ് കേരള NMMS എക്സാമിനേഷൻ്റെ OMR ഷീറ്റ്. മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് മാറ്റിൻ്റെ OMR ആൻസർ ഷീറ്റാണ് ഇത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ OMR ഷീറ്റിൽ ഒറിജിനൽ കോപ്പി എന്നുള്ളത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ലഭിക്കുന്ന OMR ഷീറ്റ് ഇത് 2 പേപ്പറുകളായിട്ടാണ് ഉണ്ടാവുക. ഒന്ന് ഒറിജിനൽ കോപ്പി എന്നുള്ള ഒരു കട്ടിയുള്ള പേപ്പറും അതിൻ്റെ താഴെ സാധാ ഒരു പേപ്പർ. അതായത് നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് പതിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കത് വീട്ടിൽ കൊണ്ടുപോയി നിങ്ങളുടെ ആൻസർ നിങ്ങൾ ചെയ്തത് ആൻസർ കീ വെച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് കോപ്പി. ഇതൊരു സാധാ പേപ്പറായിരിക്കും. ഓക്കെ, അപ്പോൾ കട്ടിയുള്ള പേപ്പറിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആ മാർക്ക് ചെയ്യുന്നതെല്ലാം ഇവിടെ അതുപോലെ പതിയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കാൻഡിഡേറ്റ് കോപ്പി. ഓക്കെ, അതൊന്നും നിങ്ങൾ ബോധേടാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഈ OMR ഷീറ്റിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ച് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുകൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആദ്യം നിങ്ങൾ കയ്യിൽ കിട്ടിയാൽ നോക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഇൻസ്ട്രക്ഷൻ ഈ ഭാഗത്തുണ്ടാവും. അതൊന്ന് നോക്കുക. ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രക്ഷൻസ് 5-6 ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാർക്ക് ഷുഡ് ബി ഡാർക്ക് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽ ഇൻ ദ അപ്രോപ്രിയേറ്റ് സർക്കിൾ എന്ന് പറയുന്നുണ്ട്. ആ സർക്കിളിൽ കംപ്ലീറ്റ് ആവുന്ന തരത്തിൽ ഇതാണ് ശരിയായിട്ടുള്ള മെത്തേഡ്, ഇതെല്ലാം റോങ് മെത്തേഡാണ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള സർക്കിൾ ഇങ്ങനെ ഒരു ഇൻറ്റു മാർക്ക് ചെയ്യലോ, ശരി മാർക്ക് ചെയ്യുന്നതോ, പാർഷ്യലി മാർക്ക് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഉള്ളിലൊരു പുള്ളി ഇട്ട് പോകുന്നതോ, ഇതൊന്നല്ല. കറക്റ്റ് മാർക്കിംഗ് എന്നുള്ളത് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്ത സമയത്ത് OMRൽ നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ശരിയായിട്ടുള്ള മാർക്കിംഗ് എന്നുള്ളത്. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് യൂസ് ഓൺലി ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പെൻ OMR ഷീറ്റ്. ബോൾ പെന്നിലാണ്, ബ്ലൂ ഓർ ബ്ലാക്ക് പെന്നാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ദെൻ ദർ ഷുഡ് ബി നോ സ്ട്രേ മാർക്ക്. ഓക്കെ, ഒരു തരത്തിലുള്ള വരയോ കുറിയോ ഒന്നും വരക്കാൻ പാടില്ല. ഏത് ഏരിയാസാണ് ഇതുപോലെ ഈ ബ്ലാക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ള ഈ ഏരിയയിലൊന്നും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ബാർ കോഡ് കാണാം. OMR ഷീറ്റിൽ നിങ്ങൾക്ക് ഒരു ബാർ കോഡ് കാണാൻ കഴിയും. ഈ ബാർ കോഡിലൊന്നും സ്ട്രേ ആയിട്ടുള്ള മാർക്കുകളൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇത് നിങ്ങൾ കമ്പ്യൂട്ടർ വാല്യുവേഷനാണ്, അപ്പോൾ അതിന് ഇതെല്ലാം പ്രശ്നമായി തീരുമെന്നുള്ളതാണ്. ദെൻ ദർ ഷുഡ് ബി ഡോൺ ഫോൾഡ് ഓർ ഡാമേജ് ഷീറ്റ് ഡാമേജ് ചെയ്യരുത്. ഓൾ ഐറ്റം ക്യാരി 1 മാർക്ക്, നോ നെഗറ്റീവ് മാർക്ക്. അതുപോലെ തന്നെ വൈഡ്നർ, ഡു നോട്ട് യൂസ് വൈഡ്നർ പറയുന്നുണ്ട്. ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻ. ഇതാണ് മെയിനായിട്ട് നൽകുന്ന ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ ബബിൾ ചെയ്യുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൽഫ കോഡാണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. അത് പരീക്ഷ തുടങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും. അപ്പം 4 സീരീസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. A, B, C, D ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള
സീരീസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത് ഡി ആണെങ്കിൽ ഡി എന്നുള്ളത് അവിടെ എഴുതിയതിന് ശേഷം ഡി എന്നുള്ളത് ബബിൾ ചെയ്യുക. ഇത് ബബിൾ ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ബബിൾ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടാണ് ചെയ്യാനുള്ളത്. പിന്നെ ജെൻഡർ ചോദിക്കുന്നുണ്ട്, മെയിൽ ഓർ ഫീമെയിൽ. മെയിലിൻ്റെ ഭാഗത്താണ്, മെയിലിൻ്റെ ഭാഗത്ത് നിന്ന്. പിന്നെ റോൾ നമ്പർ നോക്കാം. റോൾ നമ്പർ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളുടെ റോൾ നമ്പർ, ഹാൾ ടിക്കറ്റിലുള്ള റോൾ നമ്പർ ആദ്യം തെറ്റിക്കാതെ എഴുതുക. ശ്രദ്ധിക്കേണ്ടത് OMR ഷീറ്റ് തെറ്റിച്ചാൽ വേറെ ഒരു OMR ഷീറ്റ് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ തരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. കാരണം പരീക്ഷ 10 മണിക്ക് ആരംഭിക്കുകയാണെങ്കിൽ 9:30 നിങ്ങൾ ഹാളിലേക്ക് കയറ്റും. ഇതെല്ലാം ശ്രദ്ധയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഹാളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ആദ്യം റോൾ നമ്പർ എഴുതുക. 1, 2, 3 അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ ഏത് കോളത്തിലാണോ 1 മാർക്ക് ചെയ്ത് അവിടെ അതിന് നേരെ താഴെയുള്ള ബബിൾ ചെയ്യുക. ഓക്കെ, 2 ആണെങ്കിൽ 2, ദെൻ അടുത്ത് 4 ആണെങ്കിൽ 4ൻ്റെ ഭാഗത്ത് ബബിൾ ചെയ്യുക. അപ്പോൾ റോൾ നമ്പർ ചെയ്യുന്ന സമയത്ത് ആദ്യം തെറ്റിക്കാതെ കോളത്തിൽ എഴുതിയതിന് ശേഷം അത് ബബിൾ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളത്. പിന്നെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ആൻസറാണ്. 90 ക്വസ്റ്റ്യൻസിനുള്ള ഇതുണ്ട്. ആൻസർ ചെയ്യുന്നതിനുള്ള 4 ഓപ്ഷനുകൾ 1, 2, 3, 4 ഉണ്ട്. അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഒരേ സമയത്ത് 2 മാർക്ക് ചെയ്താൽ അത് പിന്നെ കൗണ്ട് ചെയ്യൂല. അപ്പോൾ 2 നിങ്ങൾ ഫസ്റ്റ് ഉത്തരം എഴുതിയത്, പിന്നെ തോന്നി 3. അപ്പോൾ അത് വൈനർ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ചോദ്യത്തിന് 2 റെസ്പോൺസ് എഴുതാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ അടുത്തതായിട്ട് പറയാനുള്ളത്, ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ ഉണ്ട്, അത് ചെയ്യണം. അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ സെൻറ്ററിൻ്റെ സൂപ്രണ്ടിൻ്റെ ഒരു സീൽ ഉണ്ടാവും. അതുപോലെ തന്നെ ദെൻ ലാസ്റ്റ് ഇൻവിജിലേറ്ററിൻ്റെ ഒരു ഒപ്പും ഉണ്ടാവും. ഓക്കെ, പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഈ റോസ് ഷീറ്റ് അവർക്ക് മുറിച്ച് കൊടുക്കാം. ഇതുകൊണ്ട് കണ്ടില്ലേ, മുറിച്ച് കൊടുക്കാം. താഴെയുള്ളത് നമുക്ക് പോകാം. ഇതേ രീതിയാണ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ചോദിക്കുക. ഗുഡ് ലക്ക്. താങ്ക് യു.